ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള അവൻ്റെ വിധികളും വിലക്കുകളും ജീവിതത്തോളം വിശാലമായി കിടക്കുന്ന ഈ നിയമനിർദ്ദേശങ്ങൾ ശ്രദ്ധയോടെ മനസ്സിലാക്കുകയും അവ പിൻപറ്റി ജീവിതം ക്രമീകരിക്കുകയും ചെയ്യണം. അതാണ് നമ്മുടെ ജീവിത വിജയത്തിനുള്ള ഏക വഴി. ഇതിനാണ് തഖ്വ എന്ന് ഖുർആനും സുന്നത്തും പ്രയോഗിച്ചിട്ടുള്ളത്. ഈ തഖ്വയാണ് നമ്മുടെ ജീവിത വിജയത്തിൻ്റെ അടിസ്ഥാനം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ഗൗരവത്തിൽ തഖ്വ മുറുകെ പിടിക്കണം, അശ്രദ്ധരാവരുത് എന്ന് എല്ലാ ഓരോരുത്തരോടും ഈ സന്ദർഭത്തിൽ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഇസ്ലാമിക ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളം നമസ്കാരമാണ്. നമസ്കാരത്തെ സംബന്ധിച്ച് പലപ്പോഴും നമ്മൾ ഉണർത്താറുണ്ട്. ഈ ഉണർത്തലുകൾ കൂടെ കൂടെ ആവശ്യമാണ് താനും. പരിശുദ്ധ റമളാൻ സമാഗതമാകുന്ന ഈ സന്ദർഭത്തിൽ നമസ്കാരവുമായി ബന്ധപ്പെട്ട ഒരർത്ഥത്തിൽ പ്രാഥമികമായ എന്നാൽ അടിസ്ഥാന സ്വഭാവമുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നമസ്കാരത്തെ സംബന്ധിച്ച് എന്നല്ല ഏത് ആരാധനാ കർമ്മത്തെ സംബന്ധിച്ചും രണ്ട് തരം ചർച്ചകൾ നമ്മുടെ മുമ്പിലുണ്ട്. അതിലൊന്ന് ആ കർമ്മത്തിൻ്റെ രൂപം, സ്വഭാവം, നിർവഹിക്കുന്ന രീതി തുടങ്ങിയ ചിട്ടവട്ടങ്ങളാണ്. നമുക്കിതിനെല്ലാം കൂടി ഫിഖ് എന്ന് പറയാം. അപ്പം നമസ്കാരത്തിൻ്റെ ഫിഖ്, നോമ്പിൻ്റെ ഫിഖ്, സക്കാത്തിൻ്റെയും ഹജ്ജിൻ്റെയും ഫിഖ്, ഇങ്ങനെ കർമ്മശാസ്ത്ര സംബന്ധമായ കാര്യങ്ങളുണ്ട്. നമ്മൾ ഈ നിർവഹിക്കുന്ന 5 നേരവും നമ്മോട് നിർവഹിക്കാൻ ആവശ്യപ്പെട്ട നമസ്കാരം ഉൾപ്പെടെ ഈ കർമ്മങ്ങൾക്കൊക്കെ അവയുടെ ഒരു ചൈതന്യവുമുണ്ട്. ചൈതന്യം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അറബിയിൽ ഏതാണ്ട് തസവ്വുഫ് എന്നൊക്കെ പറയുമ്പോൾ മനസ്സിലാക്കപ്പെടുന്നത് പോലെയുള്ള ആശയമാണ്. തസവ്വുഫ് എന്ന് പറയുന്നത് ഒരു വ്യതിചലിച്ച ചിന്താധാരയായി ഇസ്ലാമിക ശരീഅത്ത് മനസ്സിലാക്കണമെങ്കിൽ ഇസ്ലാമിക ശരീഅത്തുമായി ബന്ധപ്പെട്ട് പ്രവാചകന്റെ അധ്യാപനങ്ങൾ പോരാ, അതിനപ്പുറത്തൊരു തരീഖത്ത് തന്നെ വേണം എന്ന് കരുതുന്ന വാദഗതിയെ സംബന്ധിച്ചല്ല ഞാനിവിടെ തസവ്വുഫ് എന്ന് പ്രയോഗിച്ചിട്ടുള്ളത്. നമുക്കതിനെ വേണമെങ്കിൽ കുറെ കൂടി ഖുർആനികമായ ഒരു പ്രയോഗം എന്ന നിലക്ക് ഇഹ്സാൻ എന്ന് പറയാം. എന്താണ് ഇഹ്സാൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് ജിബ്രീൽ ചോദിക്കുന്നുണ്ട്. ജിബ്രീൽ ഒരു മനുഷ്യാകാരം പൂണ്ട് വന്ന് പല കാര്യങ്ങളും ചോദിച്ച ഒരു ഹദീസ്, സാമാന്യം സുദീർഘമായത് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം. അതിൽ പല ചോദ്യങ്ങളുടെ കൂട്ടത്തിൽ ഒരു ചോദ്യം മൽ ഇഹ്സാൻ, ഇഹ്സാൻ എന്താണ് എന്നാണ്. അപ്പോൾ അതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു, നീ അള്ളാഹുവിനെ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലെ
ഇബാദത്ത് എടുക്കുക. നമ്മളെ ഒരു കാര്യം ചെയ്യാൻ ഒരാളെ ഏൽപ്പിച്ചിട്ട് അയാൾ പോയി. അപ്പൊ നമ്മൾ നമ്മുടെ സൗകര്യവും ഇഷ്ടവും അനുസരിച്ച് പറഞ്ഞതും മനസ്സിലായതും അനുസരിച്ച് ചെയ്യാണ്. ഇതൊരു രീതിയാണ്. മറ്റേതാ രീതി, ഒരു ആളൊരു കാര്യം നമ്മോട് ചെയ്യാൻ ഏൽപ്പിച്ചു, ഇന്ന മാതിരി ചെയ്യണമെന്ന് പറഞ്ഞു, അയാൾ അവിടെ തന്നെ കസേരട്ടിയിരിക്കുന്നു, അയാളുടെ മുമ്പിൽ വെച്ച് നമ്മൾ ചെയ്യുന്നു. എന്തായിരുന്നാലും ഈ ഇങ്ങനത്തെ സന്ദർഭത്തിൽ ചെയ്യുന്നതിന്റെ ഒരു ശ്രദ്ധ, ഒരു മനസാന്നിധ്യം അല്പം കൂടുതലായിരിക്കും. അത് സ്വാഭാവികമാണ്, മനുഷ്യന്റെ പ്രകൃതമാണത്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അള്ളാഹു നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന കണക്കെ നീ നമസ്കരിക്കുക. ഫഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. നീ അവനെ അങ്ങോട്ട് കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ ഇങ്ങോട്ട് കാണുന്നുണ്ടല്ലോ എന്നാണ് ഹദീസിന്റെ ബാക്കി. അപ്പൊ ഇത് നമസ്കാരവുമായി എന്നല്ല, എല്ലാ ആരാധനാ കർമ്മങ്ങളുമായും ബന്ധപ്പെട്ട രണ്ടാമത്തെ ചർച്ചയാണ്. ഇഹ്സാൻ. നമ്മൾ പൊതുവെ കേരളത്തിലൊക്കെ ശീലിച്ചിട്ടുള്ളത്, നമ്മൾ മദ്രസകളിൽ നമ്മളെ മക്കളെ പാരമ്പര്യമായി പഠിപ്പിച്ചു വരുന്നത് ഈ കർമ്മങ്ങളുടെ ബാഹ്യമായ ചിട്ടവട്ടങ്ങളെ പറ്റിയാണ്. കർമ്മശാസ്ത്രപരമായ ഫ്രെയിമിൽ നമസ്കാരം പഠിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അത് വേണ്ട എന്നല്ല, അതിന് വളരെ വലിയ പ്രാധാന്യമുണ്ട്. ഞാനിപ്പോൾ നമസ്കാരത്തിന്റെ ചൈതന്യത്തിലേക്ക് കടക്കാനല്ല ഇങ്ങനെ പറഞ്ഞത്. രണ്ടു തരം ചർച്ചകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഒന്ന് മറ്റൊന്നിന് ബദലല്ല, രണ്ടും പ്രധാനമാണ് എന്ന് മനസ്സിലാക്കുകയാണ് വേണ്ടത്. ഇത് ഇത്രയും പറഞ്ഞുകൊണ്ട് നമസ്കാരം എന്ന് പറയുന്ന കർമ്മത്തെ, അതിപ്പോ ഇസ്ലാം കാര്യങ്ങളിൽ നമ്മൾ സാധാരണ പറയാറുള്ളത് 5 കാര്യങ്ങളാണ്. ഷഹാദത്ത് കലിമ, പിന്നീട് നമസ്കാരം, സക്കാത്ത്, നോമ്പ്, ഹജ്ജ്. ഹദീസുകളിൽ അങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു വന്നിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ വിസ്തരിക്കലല്ല ഞാനിത് പറയുമ്പോൾ ഉദ്ദേശിച്ചത്. അപ്പൊ ഈ 5 കർമ്മങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹദീസിൽ ഇപ്രകാരം പരിചയപ്പെടുത്തുമ്പോൾ ഈ 5 കാര്യങ്ങളെയും അതിന്റെ ഓർഡർ ഒന്നും പരിഗണിക്കാതെ ഓരോ കർമ്മങ്ങളെയും അതെന്ന നിലക്ക് ഖുർആനും നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അപ്പോ നമ്മൾ ഇതിനെ മനസ്സിലാക്കിയതിൽ ഈ കർമ്മങ്ങൾക്കൊക്കെ ഒരേ പ്രാധാന്യമാണോ, അതല്ല നമസ്കാരത്തിന് ഇതിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഈ ഒരൊറ്റ പോയിന്റിനെ സംബന്ധിച്ച് ഇന്ന് ഇപ്പോ വിശകലനം നടത്തണം എന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. സാധാരണ നമ്മൾ പറയാറുള്ളത് ഇസ്ലാം കാര്യങ്ങൾ 5ആണ്. ആ 5ൽ ഓരോന്നും പ്രാധാന്യമുള്ളതാണ് എന്നത് ശരിയായിരിക്കെ തന്നെ ഈ 5 കർമ്മങ്ങളുടെ അല്ലെങ്കിൽ ഈ 4 മറ്റ് 3 അനുഷ്ഠാന കർമ്മങ്ങളുടെ, സക്കാത്തിന്റെയും നോമ്പിന്റെയും ഹജ്ജിന്റെയും പ്രകൃതമല്ല നമസ്കാരത്തിനുള്ളത് എന്നതാണ് നമസ്കാരത്തെ സംബന്ധിച്ച് ഒരു സത്യവിശ്വാസി ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്നാണ് എൻ്റെ അഭിപ്രായം. ബാക്കിയുള്ള എല്ലാ ചർച്ചയും അതിനുശേഷമാണ്. ഈ 4 കാര്യങ്ങളും ഒരുപോലെയാണ് എന്നൊരാൾ മനസ്സിലാക്കിയാൽ അയാൾക്ക് അതിൽ പല അബദ്ധങ്ങളും വീഴ്ചകളും സംഭവിക്കും. നമസ്കാരത്തെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുചര്യയിലും പഠിപ്പിച്ചതെല്ലാം മുമ്പിൽ വെച്ചുകൊണ്ട് ചിന്തിച്ചാൽ നമസ്കാരം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ മറ്റു 3 കർമ്മങ്ങളിൽ നിന്നും അടിസ്ഥാനപരമായ ഒരു വ്യത്യാസമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്താണ് ആ വ്യത്യാസം? ആ വ്യത്യാസം മനസ്സിലാക്കാൻ നമുക്ക് ഇപ്പോൾ നോമ്പിനെ കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കാം. നോമ്പ് കുറച്ചുകൂടി ദിവസങ്ങൾ കഴിഞ്ഞാൽ നോമ്പ് വരാൻ പോവുകയാണ്. അപ്പൊ നമ്മുടെ കൂട്ടത്തിൽ വളരെ ശാരീരികമായി അവശത അനുഭവിക്കുന്ന ആളുകൾ ഉണ്ടാവും. അവർക്ക് നോമ്പ് പിടിക്കാൻ കഴിയില്ല. ഷുഗർ നിയന്ത്രണം വിട്ട അവസ്ഥയിലുള്ള ആളുകളോ, ആരോഗ്യം പ്രായാധിക്യം കൊണ്ട് ക്ഷയിച്ചവരോ, അല്ലെങ്കിൽ പൊടുന്നനെ വന്ന എന്തെങ്കിലും ഒരു രോഗത്തിന്റെ ചികിത്സയുടെ, രോഗത്തെക്കാളും വലിയ ചികിത്സയായിട്ട് ആ ചികിത്സയുടെ ശക്തി കൊണ്ട് ആള് ദുർബലമായതോ ക്ഷീണിച്ചതോ അങ്ങനെയൊക്കെ സംഭവിക്കും ഇന്നത്തെ നമ്മുടെ ജീവിത രീതിയിൽ. അങ്ങനത്തെ ഒരാളോട് നമ്മൾ എന്താ പറയാ? അങ്ങനത്തെ ഒരാളോട് ഇസ്ലാമിന്റെ ചോദ്യം, നിങ്ങൾക്ക് എത്ര മണി വരെ നോമ്പ് പിടിക്കാൻ പറ്റും? അപ്പൊ അയാൾ പറയാണ്, എനിക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒന്നും പറ്റൂല, അന്നപാനീയങ്ങളെല്ലാം കൂടി രാവിലെ മുതൽ വൈകുന്നേരം വരെ പ്രയാസമാണ്. എത്ര വരെ പറ്റും? എനിക്കൊരു ഉച്ച വരെ എന്തായിരുന്നാലും പറ്റും, ഒരു സംശയമില്ല. സുബഹി നിസ്കരിച്ചിട്ട് ഒരു 2 മണി വരെയൊക്കെ പറ്റും, അല്ലെങ്കിൽ ഒരു 3 മണി വരെ പറ്റും. വേറൊരാൾ പറയാണ്. ഇസ്ലാം എന്താ പറയാ അയാളോട്? ഞങ്ങൾ 3 മണി വരെ നോമ്പിന്റെ നിയ്യത്ത് വെച്ച് 3 മണി വരെ നോമ്പെടുക്ക്. ഇങ്ങനെ ഒരു നോമ്പുണ്ടോ? ഇല്ലല്ലോ. ഇൻകുൻതും മരീളൻ ഔ അലാ സഫരിൻ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ.
നോമ്പുകാരനാണെങ്കിൽ ആ നോമ്പ് രോഗിയായ ഒരാൾ നോമ്പ് മാസത്തിലായാൽ അയാൾ എന്ത് ചെയ്യണം? രോഗാവസ്ഥയിൽ മറ്റൊരു സന്ദർഭത്തിലേക്ക് നോമ്പ് മാറ്റിവെക്കണം. അല്ലാതെ രോഗിയായാലും ഒരു അഡ്ജസ്റ്റ്മെന്റിനും തയ്യാറില്ല എന്ന നിലക്ക് രോഗത്തോട് മല്ലടിച്ച് നോമ്പെടുക്കണമെന്ന് അള്ളാഹ് പറഞ്ഞിട്ടില്ല. അന്നല്ല, അങ്ങനെ അള്ളാഹു പറയാത്തത് കൊണ്ട് തന്നെ അങ്ങനെ ചെയ്ത ആളെ അള്ളാഹുവിന്റെ റസൂൽ ആക്ഷേപിച്ചതും കാണാം. നോമ്പിന്റെ വിധിവിലക്കുകളെ കുറിച്ച് നമുക്ക് പിന്നെ പറയാം. ഞാനിപ്പോ പറഞ്ഞത് എന്താന്ന് ചോദിച്ചാൽ, പൊതുവെ നോമ്പുമായി ബന്ധപ്പെട്ട് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് രാവിലെ മുതൽ വൈകുന്നേരം വരെ, സുബഹയുടെ സമയം മുതൽ മഗ്രിബിന്റെ സമയം വരെ, പ്രഭാതം മുതൽ പ്രദോഷം വരെ എന്നൊക്കെ നമ്മൾ പറയുന്ന ഈ ഒരു സമയക്രമത്തിനകത്ത് അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുക, വികാര വിചാരങ്ങളെ നിയന്ത്രിക്കുക, ഇതിനാണല്ലോ നോമ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഒരാൾക്ക് അയാളുടെ ശാരീരിക അവസ്ഥ വെച്ച് ഒരു പകുതി സമയമേ സാധ്യമാകൂവെങ്കിൽ എന്നാൽ ആ പകുതി ഇങ്ങനെ പകുതി ചെയ്യുന്ന പരിപാടി നോമ്പിലില്ല. ഇങ്ങനെ ഈ ചിട്ടവട്ടങ്ങൾ പൂർത്തീകരിച്ച് ഇതൊരാൾക്ക് അനുഷ്ഠിക്കാൻ പറ്റില്ലെങ്കിൽ അയാള് ഒരു സ്ഥിരം രോഗിയാണെങ്കിൽ ഫിദിയ കൊടുത്താൽ മതി, താൽക്കാലിക രോഗിയാണെങ്കിൽ മറ്റൊരു സന്ദർഭത്തിൽ പിടിച്ചുകൂട്ടിയാൽ മതി. കുടുംബത്തിന്റെ ഉപജീവനത്തിന് വേണ്ടി വളരെയധികം ശാരീരിക ക്ലേശമെടുക്കുന്ന ഒരു ആരോഗ്യമുള്ള മനുഷ്യനാണെങ്കിലും അയാൾക്ക് വേണമെങ്കിൽ ഈ പരിഗണന വെച്ച് മറ്റൊരു സന്ദർഭത്തിൽ നോമ്പ് പിടിച്ചു വീട്ടാം എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതും കാണാം. അല്ലാതെ അയാൾക്ക് സാധ്യമാകുന്ന സമയം വരെ നോമ്പെടുക്കട്ടെ, അങ്ങനെ ഒരു നോമ്പില്ല. ഇനി നിങ്ങൾ സക്കാത്തിനെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. സക്കാത്തിന് നിസാബുണ്ട്. പൊതുവിൽ അടിസ്ഥാനപരമായി എന്തിനൊക്കെയാണ് സക്കാത്ത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിസ്തരിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ ഇന്നത്തെ സാമ്പത്തിക വ്യവഹാര രീതി അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യാം. അപ്പൊ ധനം എന്ന് പറയുന്നത് എന്തൊക്കെയാണോ അതിനൊക്കെ സക്കാത്തുണ്ട് എന്ന് മനസ്സിലാക്കാനാവും. അതിൽ ഇന്ന ഇനത്തിൽ ഉള്ള ധനത്തിന് ഇത്ര തോതെത്തുമ്പോ ഇത്ര ശതമാനം കൊടുക്കണം, അങ്ങനെ കണക്കുകൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ ആ കണക്കൊന്നും എത്താത്ത ഒരാളോട് എത്ര 10 റുപ്യ ഉണ്ടോ എന്നാ അതിന്റെ 2.5 റുപ്യ സക്കാത്ത് കൊടുക്ക്, ഇത് സദക്ക എങ്ങനെയും കൊടുക്കാം. സദക്ക തീരെ ഇല്ലാത്തവൻ സദക്ക കൊടുക്കുന്നതാണ് കുറെ ഉള്ളവൻ കൊടുക്കുന്നതിനേക്കാൾ പുണ്യം. നമുക്ക് തന്നെ ആലോചിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. ആകെ 2 ദിർഹമുള്ള ഒരാൾ അതിൽ നിന്ന് 1 ദിർഹം ദാനം ചെയ്തു. 1000കണക്കിന് ദിർഹമുള്ള ഒരാൾ 1000 ദിർഹമും ദാനം ചെയ്തു. ഇതിലേതാണ് മഹത്തരം? റസൂലുള്ളാഹി തന്നെ പറഞ്ഞു, സബക ദിർഹമും 100,000 ദിർഹം, 1000 ദിർഹമിനെ 1 ദിർഹം മറികടന്നു എന്ന് റസൂലുള്ളാഹി പറയുന്നുണ്ടല്ലോ ഒരിക്കൽ. അപ്പോ അങ്ങനെയൊക്കെ ദാനധർമ്മങ്ങളുണ്ട്. പക്ഷേ സക്കാത്ത് എന്ന് പറയുന്ന കർമ്മം അതിന്റെ നിസാബ് എത്തിയവർക്കേ ബാധകമാകുന്നുള്ളൂ. ഒരാൾ നിസാബ് എത്തിയിട്ടില്ലെങ്കിൽ എത്ര എത്തിയത് അത് വെച്ച് കൊടുക്ക് എന്ന് പറഞ്ഞിട്ടൊരു സക്കാത്തില്ല. അതാണ് സക്കാത്തിന്റെ സ്വഭാവം. അതിന്റെ വിശദീകരണത്തിലേക്ക് പോകേണ്ട കാര്യമില്ല. ഇനി നിങ്ങൾ ഹജ്ജിനെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. ഹജ്ജ് എന്ന് പറയുന്ന കർമ്മം ആരോഗ്യമുള്ള ഒരാൾ ആരോഗ്യമുള്ള അവസ്ഥയിൽ ചെയ്യേണ്ടതാണ്. ഇത് ഞാൻ പല സന്ദർഭങ്ങളിലും പറഞ്ഞുകൊണ്ടിരുന്നിട്ടുണ്ട്. സാമ്പത്തിക ശേഷിയുള്ള ആളുകൾ അവസരമായിട്ടില്ല ഈ ഖിതാമുഹു മിസ്ക് എന്ന് പറഞ്ഞ മാതിരി, അവസാനത്തെ മുദ്ര കസ്തൂരിയുടേത് എന്ന് പറഞ്ഞ മാതിരി, ഇത് ജീവിതത്തിന്റെ ആ സായം സന്ധ്യയിൽ ഒടുവിൽ സംഭവിക്കുന്ന മഹത്വമായിട്ട് ഹജ്ജ് വരണം എന്ന് വിചാരിക്കുന്നതിൽ ഒരു ന്യായവുമില്ല. ഹജ്ജ് നിർബന്ധമായാൽ നിർബന്ധമായത് എപ്പോഴാണോ അതിലേറ്റവും അടുത്ത സന്ദർഭത്തിൽ ഹജ്ജ് ചെയ്യുകയാണ് വേണ്ടത്. അല്ലാതെ നീട്ടി 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 ആ അസറിന്റെ അങ്ങേ അറ്റത്തെ സമയം വരെ അത് കൊണ്ടുപോകുന്നത് ശരിയല്ല. പക്ഷെ അതല്ല ഇപ്പം എന്റെ വിഷയം. ഇപ്പം എന്താ വിഷയം എന്ന് ചോദിച്ചാൽ, ഈ ഹജ്ജ് എന്ന് പറയുന്ന കർമ്മം മക്കത്ത് പോയി ചെയ്യേണ്ടതാണ്. മക്ക എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത് കഅബ നിലകൊള്ളുന്ന സ്ഥലം മാത്രമല്ല, അതിന്റെ ചുറ്റുവട്ടത്തുള്ള മിന, അറഫ, മുസ്തലിഫ എന്നെല്ലാം കൂടി ഉദ്ദേശിച്ചുകൊണ്ടാണ്. ഇവിടെ എല്ലാം കൂടിയാണല്ലോ ഈ ഹജ്ജ് കർമ്മമുള്ളത്. അപ്പൊ ദുൽഹജ്ജ് 8 ഹജ്ജിന് ഉദ്ദേശിച്ച മുഴുവൻ ആളുകളും മിനയിലെത്തണം. ദുൽഹജ്ജ് 9 ഉച്ച മുതൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെ അറഫയിൽ ഉണ്ടാവണം. ദുൽഹജ്ജ് 9 രാത്രി മുസ്തലിഫയിൽ രാപ്പാർക്കണം. ദുൽഹജ്ജ് 10 രാവിലെ ജംറയിൽ ചെന്ന് എറിയണം. പിന്നീട് മക്കയിൽ ചെന്ന് കഅബം തവാഫ് ചെയ്യണം. 7 സായും നടത്തണം. 7 തവാഫ് 7 സായി, എന്നിട്ട് തിരിച്ച് മിനയിൽ തന്നെ എത്തണം. ഇത്രയും കാര്യങ്ങൾ നടക്കണം. ഇതൊരു ആരോഗ്യമുള്ള ആൾക്കേ ചെയ്യാൻ കഴിയുള്ളൂ അതിന്റെ പൂർണ്ണ ചൈതന്യത്തിൽ. അപ്പൊ നമ്മുടെ നാട്ടിൽ ഒരാൾ ഹജ്ജിന് പോകാൻ വിചാരിച്ചു. ഹജ്ജിന് പോകാൻ നിൽക്കുമ്പോൾ അയാൾ പറയാണ്, എനിക്ക് ഇങ്ങനെ ഈ പറഞ്ഞതൊക്കെ കൂടി ഒന്നും ചെയ്യാൻ കഴിയില്ല, വീട് വിട്ടിട്ട് ഇത്ര ദൂരം യാത്ര ചെയ്യാനും പറ്റൂല, നല്ല പൈസക്കാരനാണ്, നിങ്ങൾക്ക് എത്ര വരെ പോകാൻ പറ്റും? എനിക്ക് കരിപ്പൂർ വരെ പോകാൻ പറ്റും, അല്ലെങ്കിൽ ബോംബെ വരെ പോകാൻ പറ്റും.
അല്ലെങ്കിൽ പിന്നെ നെടുമ്പാശ്ശേരി വരെ പോകാൻ പറ്റും. എന്നാൽ നിങ്ങൾ ഹജ്ജിന്റെ നിയ്യത്തിൽ ഇഹ്റാമിൽ പ്രവേശിച്ചിട്ട് നെടുമ്പാശ്ശേരി വരെ പോയിട്ട് വാ, ഇങ്ങനെ ഒരു ഹജ്ജുണ്ടോ? ഇങ്ങനെ ഹജ്ജില്ലല്ലോ. ഹജ്ജ് എന്ന് പറയുന്നത് ശാരീരികവും സാമ്പത്തികവും നിയമപരവുമായി എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് പാസ്പോർട്ട് ട്രാവൽ ബാൻ ഉണ്ട് എന്ന് വിചാരിക്കുക എന്തോ ഒരു കാരണത്താൽ, എങ്കിൽ അയാൾക്ക് ഹജ്ജ് നിർബന്ധമില്ല. കാരണം അയാൾ വിചാരിച്ചാലും യാത്ര ചെയ്യാൻ കഴിയില്ല. അപ്പൊ ശാരീരികമായി ശേഷി വേണം, സാമ്പത്തികമായി ശേഷി വേണം, സാങ്കേതികമായും ശേഷി വേണം. ഇത് മൂന്നുമുള്ള ഒരാള് ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ പോയി ഈ പറഞ്ഞ ദിവസങ്ങളിൽ ഇപ്പറഞ്ഞത് പ്രകാരം കർമ്മം ചെയ്യുന്നതിനാണ് ഹജ്ജ് എന്ന് പറയുന്നത്. അപ്പൊ ഇസ്ലാം കാര്യങ്ങളിലെ നോമ്പ് മുന്നിൽ വെച്ച് ചിന്തിച്ചാലും, സക്കാത്തിനെ കുറിച്ച് ആലോചിച്ചാലും, ഹജ്ജിനെ കുറിച്ച് ചിന്തിച്ചാലും, ഇതിന് അള്ളാഹുവും റസൂലും ഒരു നിയതമായ ക്രമവും രീതിയും രൂപവും പഠിപ്പിച്ചിരിക്കുന്നു. അപ്രകാരം അത് ചെയ്യാൻ കഴിയുന്നവർക്കേ അത് ബാധകമാകുന്നുള്ളൂ. അല്ലാത്തവർക്ക് ഇളവുണ്ട്. ചില ഇളവുകൾക്ക് പിന്നീട് പരിഹാരം ചെയ്യണം, ചില ഇളവുകൾക്ക് പരിഹാരം വേണ്ട. ഉദാഹരണത്തിന് സാമ്പത്തികമായി ശേഷിയില്ലാത്തവൻ സക്കാത്ത് കൊടുക്കണ്ട, അയാൾക്ക് ഇളവുണ്ട്. ആ ഇളവിന് പിന്നെ വേറെ കഫാറത്തൊന്നുമില്ല. ദാനധർമ്മങ്ങൾ എന്ന് പറയുന്നത് എല്ലാവരും ചെയ്യേണ്ടതാണ്, അത് ഇദ്ദേഹത്തിനും ബാധകമാണ് എന്നതല്ലാതെ വേറെ ഇളവൊന്നും നിയമങ്ങളൊന്നും ബാധകമല്ല. ഇനി നിങ്ങൾ ഈ പൊതുപ്രകൃതം വെച്ചുകൊണ്ട് നമസ്കാരത്തെ കുറിച്ച് ചിന്തിച്ചു നോക്കൂ. എങ്കിൽ എന്താ പറയേണ്ടത്? ഒരാള് നമസ്കാരം, നിർബന്ധ നമസ്കാരങ്ങൾ നിന്ന് നമസ്കരിക്കണം എന്നതാണ്. അതിൽ യാതൊരു ഉദറുമില്ല. നിന്ന് നമസ്കരിക്കാൻ കഴിയുന്ന ഒരു മനുഷ്യൻ മനഃപൂർവ്വം ഇരുന്ന് നമസ്കരിച്ചാൽ അയാളുടെ നമസ്കാരം സഹീഹാവൂല. അതിൽ പണ്ഡിതന്മാർക്കിടയിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ലാത്ത കാര്യമാണ്. അപ്പൊ നിൽക്കാൻ കഴിയുന്ന ആള് നിൽക്കണം. അപ്പൊ ഒരാൾ പറയണം ഇങ്ങനെ ഈ നിൽക്കുക, ഉടനെ കുനിയ, പിന്നെ റുക്കൂ, പിന്നെ സുജൂദ്, അതിന്റെ ഇടയിൽ ഇരുത്തം, തിരിച്ചും മറിച്ചും ഈ പോക്കുവരവുകൾ, ഇതൊക്കെ കൂടി എന്റെ ആരോഗ്യാവസ്ഥ അനുസരിച്ച് കഴിയില്ല. അപ്പൊ നോമ്പുകാരനോട് പറഞ്ഞതനുസരിച്ച്, സക്കാത്തുകാരനോട് പറഞ്ഞതനുസരിച്ച്, ഹജ്ജിന്റെ ആളോട് പറഞ്ഞതനുസരിച്ച് ഇയാളോട് എന്താ പറയേണ്ടത്? ഇതൊക്കെ കൂടി ഇപ്രകാരം ക്രമത്തിൽ തുടരെ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ ആരോഗ്യം ശരി വരുമല്ലോ, അപ്പൊ ചെയ്യാം. കണക്ക് വെക്ക് നഷ്ടപ്പെട്ടു പോയ നമസ്കാരത്തിന്റെ. ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടോ യഥാർത്ഥത്തിൽ? അതല്ല ഇയാൾ എന്താ ചെയ്യേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പഠിപ്പിച്ചത്? നിന്ന് നമസ്കരിക്കാൻ ഇങ്ങനെ ഈ രീതിയിൽ നിന്ന് എഴുത്തിദാലിൽ നമസ്കാരത്തിൽ പ്രവേശിച്ച് റുക്കൂഅ്, സുജൂദ്, ഇരുത്തം, ഈ പോക്കുവരവുകളൊക്കെ വഴിയെ അതിന്റെ ക്രമത്തിൽ ചെയ്യാൻ ഒരാൾക്ക് കഴിയില്ലെങ്കിൽ ഇരുന്ന് നമസ്കരിക്കാൻ കഴിയുമോ? എങ്കിൽ ഇരുന്ന് നമസ്കരിക്കുക. നോമ്പുകാരനോട് പിന്നെ ഒരു 12 മണി വരെ പറ്റുമോ എങ്കിൽ അത്രയും പിടിക്ക് എന്ന് പറഞ്ഞിട്ടില്ല. സക്കാത്തിന്റെ ആളോട് എന്താ ഉള്ളത് അതിൽ നിന്ന് കുറച്ച് കൊടുക്ക് എന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. ഹജ്ജിന്റെ ആളോട് ഇഹ്റാമിൽ പ്രവേശിച്ച് കരിപ്പൂരോ ബോംബെയോ വരെ പോയി തിരിച്ചു വാ എന്ന് പറഞ്ഞിട്ടില്ല. അതിന്റെ ക്രമത്തിൽ ചെയ്യാൻ പറ്റുമോ എങ്കിൽ അത് ചെയ്താൽ മതി. അപ്പോഴേ അയാൾക്ക് അത് ബാധകമാകുന്നുള്ളൂ. അല്ലെങ്കിൽ അയാൾക്ക് ഇളവുണ്ട്. നേരത്തെ ഞാനത് പറഞ്ഞു. നേരെ മറിച്ച് നമസ്കാരത്തിന്റെ കാര്യത്തിൽ നിന്ന് നമസ്കരിക്കാൻ ഒരാൾക്ക് കഴിയില്ല. ഫർളായ നമസ്കാരം നിന്ന് നമസ്കരിക്കാൻ കഴിയില്ല. 5 നേരത്തെ ഫർള് നമസ്കാരങ്ങൾ എന്ന് പറഞ്ഞാൽ സുബഹി, ളുഹ്ർ, അസർ, മഗ്രിബ്, ഇശ, ഈ 5 നമസ്കാരങ്ങളും ഏതവസ്ഥയിലും ആരോഗ്യമുള്ള ഒരാൾ നിന്ന് നമസ്കരിക്കണം. അപ്പൊ നിന്നുകൊണ്ട് നമസ്കാരത്തിൽ പ്രവേശിക്കാൻ അയാൾക്ക് കഴിയില്ലേ എങ്കിൽ അതിന് പറ്റുമ്പോൾ നമസ്കരിച്ചാൽ മതി എന്നല്ല പറഞ്ഞത്. പിന്നെയോ ഇരുന്ന് നമസ്കരിക്കണം. അപ്പൊ ഇരുന്ന് നമസ്കരിക്കാൻ പറ്റൂലെങ്കിലോ? ഇരുന്ന് നമസ്കരിക്കാൻ പറ്റൂലെങ്കിൽ കിടന്ന് നമസ്കരിക്കണം. കിടന്നിട്ട് ഏത് സ്വഭാവത്തിലാണോ നമസ്കരിക്കാൻ പറ്റുക അങ്ങനെ നമസ്കരിക്കണം. ഇനി നിങ്ങൾ യാത്രക്കാരനാണോ എങ്കിൽ ഈ നമസ്കാരങ്ങൾ തമ്മിൽ ഇങ്ങോട്ടോ അങ്ങോട്ടോ ചേരുന്നത് എങ്ങനെ അങ്ങനെ ചേർത്ത് നമസ്കരിക്കണം. അതിനാണല്ലോ നമ്മൾ ജംഅ് എന്ന് പറയുന്നത്. ജംഅ് മാത്രമല്ല ഖസ്റുമുണ്ട്. ചുരുക്കിയും ചേർത്തും നമസ്കരിക്കാം യാത്രക്കാർക്ക്. എന്ന് പറഞ്ഞാൽ യാത്രയുടെ ഉള്ളിൽ മഗ്രിബും ഇശായും അങ്ങോട്ടോ ഇങ്ങോട്ടോ മുന്തിച്ചോ പിന്തിച്ചോ ചേർത്ത്, അല്ലെങ്കിൽ അസറും ളുഹ്റും മുന്തിച്ചോ പിന്തിച്ചോ ചേർത്ത്, സുബഹി മാത്രം അതിന്റെ സമയത്ത്, ഇങ്ങനെ നമസ്കാരം ചിട്ടപ്പെടുത്തി വേണം നിങ്ങൾ യാത്ര ചെയ്യാൻ. അല്ലാതെ യാത്രയുടെ ഒരാഴ്ച നമസ്കാരത്തെ കുറിച്ചൊരു വർത്താനേ ഇല്ല. വന്നിട്ട് പിന്നെ കുറെ നമസ്കാരം ഉണ്ട്, ഇപ്പൊ അള്ളാഹു വീട്ടാൻ എന്താ ചെയ്യാന്നറിയില്ല. ഇങ്ങനെ ഒരു പരിപാടി അള്ളാഹുവിന്റെ റസൂലോ അള്ളാഹുവോ പഠിപ്പിച്ച ദീനിലില്ല. മറിച്ച് യാത്രക്കാർക്ക് അവരുടേതായ ഇളവുകളുണ്ട്. ആ ഇളവുകളോടൊപ്പം ഈ നമസ്കാരം അതിന്റെ ക്രമത്തിൽ നിർവഹിക്കണം, സമയത്ത് നമസ്കരിക്കണം എന്നതാണ്. അപ്പൊ ഈ ആരാധന, ഈ 4 കാര്യങ്ങളുടെയും പ്രകൃതം നമ്മൾ മുമ്പിൽ വെച്ച് അള്ളാഹുവും റസൂലും പഠിപ്പിച്ചത് മുന്നിൽ വെച്ചുകൊണ്ട് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം ഞാൻ തുടക്കത്തിൽ പറഞ്ഞതാണ്. അതെന്ത്?
ഏതവസ്ഥയിലും സമയത്തിന് നിർവഹിക്കാൻ നിർദ്ദേശിക്കപ്പെട്ട ഒരു കർമ്മമാണ്. ഒരാൾക്ക് ആ നമസ്കാരത്തിന്റെ സമയത്ത് നമസ്കാരത്തിന്റെ ഇനത്തിൽ എന്ത് ചെയ്യാൻ കഴിയുമോ അത് ചെയ്യുന്നതിന്റെ പേരാണ് നമസ്കാരം. അതിൽ യാതൊരു സംശയവും ഒരാൾക്കും ഉണ്ടാവരുത്. അതുകൊണ്ടാണ് യുദ്ധക്കളത്തിലെ ജമാഅത്ത് നമസ്കാരം ഉണ്ടായിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിൽ സൂറത്തു നിസായിൽ യുദ്ധക്കളത്തിലെ ജമാഅത്ത് നമസ്കാരത്തിന്റെ സാമാന്യം വിശദമായ ഒരു രൂപം അല്ലാഹു പഠിപ്പിക്കുന്നുണ്ട്. കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ഹദീസുകളിൽ വന്ന വേറെയും രൂപങ്ങൾ നിങ്ങൾക്ക് കാണാം. യുദ്ധത്തിലെ നമസ്കാരം എന്ന് പറയുമ്പോൾ, യുദ്ധത്തിലെ സലാത്തുൽ ഖൗഫ് എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഒരാൾ പെട്ടെന്ന് ചിന്തിച്ചിരിക്കാൻ സാധ്യതയുള്ളത് സലാത്തുൽ ഖുസൂഫ് അല്ലെങ്കിൽ ഖുസൂഫ് എന്ന് പറഞ്ഞാൽ ചന്ദ്രഗ്രഹണം, സൂര്യഗ്രഹണം, അതുപോലെ മഴ, ഇതിനൊക്കെ ഉള്ള നമസ്കാരം ഉണ്ടല്ലോ. ഇതുപോലെ മൊത്തത്തിൽ എവിടെയോ വിശ്വാസികൾക്ക് ഭയം കൂടുമ്പോൾ നമ്മൾ ശാന്തരായ ആളുകൾ ശാന്തമായ പ്രദേശത്ത് അവർക്ക് വേണ്ടിയിട്ട് നടത്തുന്ന നമസ്കാരമല്ല സലാത്തുൽ ഖൗഫ് എന്ന് പറയുന്നത്. സലാത്തുൽ ഖൗഫ് എന്ന് പറയുന്നത് ആകെ ഭയവിഹ്വലമായ ഒരവസ്ഥയിലാണ് വിശ്വാസി സമൂഹം. അങ്ങനത്തെ ഒരവസ്ഥയിൽ അവര് എടുത്തെറിയപ്പെട്ടിരിക്കുകയാണ്. ഏത് ഭാഗത്തു നിന്നും ശത്രുക്കൾ അവരെ ആക്രമിക്കാം. അവര് യുദ്ധം ആഗ്രഹിച്ചോ ഇല്ലേ എന്നതോ, അവര് സമാധാനത്തിന്റെ ആളുകളാണോ അല്ലേ എന്നതൊന്നും ഇങ്ങനത്തെ ഒരു സ്ഥിതിവിശേഷം രൂപപ്പെടുന്നതിൽ ഒരു ഘടകമേ അല്ല. അതൊരു ഘടകമായിരുന്നെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരുന്ന കാലത്ത് ഇത്രയേറെ യുദ്ധങ്ങൾ അവരെ തേടി വരുമായിരുന്നില്ല. അത്രയും വലിയ സമാധാനത്തിന്റെ വക്താവും മനുഷ്യസ്നേഹിയുമായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പ്രമാണങ്ങൾ പരിശോധിച്ചാൽ ആർക്കും കാണാൻ പറ്റും. ചരിത്രം പരിശോധിച്ചാൽ ഏത് നിഷേധിക്കും അതിന്റെ മാധുര്യം കണ്ടെത്താനാവും, അതിന്റെ സൗന്ദര്യം ആസ്വദിക്കാനാവും. അങ്ങനത്തെ വ്യക്തിത്വത്തിന് പ്രവാചകൻ നേരിട്ട് എത്ര യുദ്ധം നയിച്ചു, ഇസ്ലാമിക ചരിത്രം നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. അപ്പൊ ഈ സ്ഥിതിവിശേഷങ്ങൾ അങ്ങനെ വരാം. അങ്ങനത്തെ ഒരവസ്ഥയിൽ നിങ്ങളുടെ ഈ നിർബന്ധ നമസ്കാരത്തിന്റെ സ്ഥാനം എന്ത്? ഇതാണ് സലാത്തുൽ ഖൗഫ് ചർച്ച ചെയ്യുന്ന വിഷയം. അപ്പൊ ഇത്രമേൽ ഭയവിഹ്വലമായ ഒരവസ്ഥയിൽ നമസ്കാരത്തിന്റെ ഇനത്തിൽ വിശ്വാസികൾക്ക് എന്ത് സാധ്യമാകുമോ അത് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ യുദ്ധക്കളത്തിൽ അങ്ങനെ ഓരോരുത്തർക്കും എന്ത് സാധ്യമാകുമോ അത് ചെയ്യാൻ നിർദ്ദേശിച്ചാൽ ആ യുദ്ധം പരാജയപ്പെടാൻ വേറൊന്നും വേണ്ടി വരില്ല. കാരണം പലജാതി വസുവാസുകാരും ഉണ്ടാവും. അപ്പൊ ചിലർക്ക് യുദ്ധമാണെങ്കിലും ഈ മൂലക്ക് വലിയ കുഴപ്പമില്ലല്ലോ, ഇവിടെ യഥാർത്ഥത്തിൽ തന്നെ നിസ്കരിച്ചാൽ എന്താ, 2 റക്അത്ത് മൂപ്പര് കസറൊക്കെ ഉൾക്കൊള്ളുന്ന ആളാണ്, എന്നാലും വേണ്ടിയില്ല 2 റക്അത്ത് യഥാർത്ഥത്തിൽ തന്നെ അങ്ങോട്ട് നിസ്കരിച്ചാൽ എന്താ. ഈ ഉംറക്കൊക്കെ പോകുമ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ, ഇന്ന സമയത്ത് പുറപ്പെടണം എന്ന് പറഞ്ഞ് എങ്ങനെ പറഞ്ഞാലും തഖ്വ അങ്ങോട്ട് കൂടിയിട്ട് കാണാൻ അയാൾ വണ്ടിയിൽ കയറിയിട്ടുണ്ടാവില്ല. അപ്പൊ മൂപ്പര് അവസാനം 2 റക്അത്ത് വിദാവിന്റെ മറ്റേ നിസ്കാരത്തെ ചെറുതാക്കല്ലേ ഞാൻ പറഞ്ഞു. ഇങ്ങനെ ചില മനുഷ്യന്മാരുണ്ടാവും. അപ്പൊ ഈ മാതിരി ഭക്തര് യുദ്ധക്കളത്തിലുണ്ടാവും. അവര് ഈ മൂലക്ക് ഇങ്ങനെ പറ്റിയുള്ള 2 റക്അത്ത് ഇവിടെ ഇയാളെ വക, മറ്റേ ആള് വേറൊരു ഗവേഷണം. ഇങ്ങനെ യുദ്ധത്തിൽ പങ്കെടുത്ത വിശ്വാസികൾ പലതരത്തിൽ പല രൂപത്തിൽ ഈ നമസ്കാരം എന്ന കർമ്മം നിർവഹിക്കാനുള്ള ഗവേഷണത്തിൽ ഏർപ്പെട്ടാൽ യുദ്ധം പരാജയപ്പെടാൻ വേറൊന്നും വേണ്ടി വരില്ല. അതുകൊണ്ട് എന്ത് പഠിപ്പിച്ചു അല്ലാഹ്? യുദ്ധക്കളത്തിൽ നിങ്ങൾ ഒരൊറ്റ ഇമാമിന്റെ പിന്നിൽ 2 ബാച്ചായിട്ട് നമസ്കരിക്കണം. 2 റക്അത്ത് നമസ്കാരത്തിന്റെ ആദ്യത്തെ റുക്കൂ സുജൂദും ഈ ഇമാമിനോടൊപ്പം ഒരു ടീം ഒരു ബാച്ച് നിർവഹിച്ചു കഴിഞ്ഞാൽ ഇമാം അവിടെ നിൽക്കട്ടെ, അവർ സലാം വീട്ടി പോകണം. എന്നിട്ട് മറ്റേ ബാച്ച് ശത്രുവിനെ അഭിമുഖീകരിച്ച് യുദ്ധത്തിൽ നിൽക്കുന്ന ടീം ആരാണോ ആ ടീം വന്നിട്ട് ഈ ഇമാമിന്റെ പിന്നിൽ ബാക്കി 2 റക്അത്ത് ബാക്കി 1 റക്അത്ത് നിസ്കരിക്കണം. ഇങ്ങനെ 2 റക്അത്തായിട്ടാണ് നമസ്കാരം ചുരുക്കിയാണ് നിസ്കരിക്കുന്നതെങ്കിൽ ഓരോ റക്അത്ത് വീതം 2 കൂട്ടർക്കും വിട്ടുന്ന വിധം ഒരു ഇമാമിന്റെ കീഴിൽ 2 ഇമാമിനെ നിശ്ചയിച്ചു കൊടുത്താൽ ഞങ്ങളെ നമസ്കാരത്തിലെ ഇമാമിന്റെ അഭിപ്രായം അങ്ങനെയല്ല എന്ന് പിന്നെ പറയാൻ സാധ്യതയുണ്ട്. ഞങ്ങളെ ഇമാമ് നിങ്ങളെ ഇമാമ് എന്ന അഭിപ്രായം വരാൻ സാധ്യതയുണ്ട്. എല്ലാ പഴുതും മുസ്ലിം സമൂഹത്തിന്റെ കെട്ടുറപ്പ്, അവരുടെ ആ ഐക്യം, അവരുടെ ആ ഒരുമ, അവരുടെ ആ ഏകത, ഇതിനൊന്നിനും ഒരു ക്ഷതം സംഭവിക്കാത്ത വിധം അള്ളാഹു ഒരു സിസ്റ്റം വിശുദ്ധ ഖുർആനിൽ തന്നെ നമ്മളെ പഠിപ്പിച്ചിരിക്കുകയാണ്. ആ ഖുർആനിന്റെ വാഹകരാണ് നമ്മൾ. എന്നിട്ടാണ് നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ അസ്വസ്ഥത ഉണ്ടാകുമ്പോൾ നിസ്കാരം ശരിയാവില്ല, പള്ളിയിൽ അവിടെ വയൽ നടക്കുന്നത് കൊണ്ട് വീട്ടിക്ക് ഭയങ്കര ഒച്ചയാണ്, ഇതൊക്കെയാണ് കഴിയട്ടെ, അപ്പൊ 2 റക്അത്ത് നിസ്കാരമല്ല 2 വക്ത് നിസ്കാരം തന്നെ നഷ്ടപ്പെട്ടു പോയി, ഒരു പ്രശ്നമില്ല, അല്ലാഹു വിട്ടാലോ. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു വകുപ്പില്ല. ഈ ഭയം ഇവിടെ നിന്നൊക്കെ വിട്ട് ഒരു ഇമാമിന്റെ കീഴിൽ നമസ്കരിക്കാൻ തന്നെ പറ്റാത്ത സ്ഥിതിവിശേഷം വന്നാൽ കുതിരപ്പുറത്തോ നടന്നോ ഓടിയോ എങ്ങനെ നമസ്കരിക്കും, അതിനെപ്പറ്റിയും ഫിഖ് ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പൊ ഏതവസ്ഥയിലും നമസ്കാരത്തിന്റെ സമയത്ത് നമസ്കാരത്തിന്റെ ഇനത്തിൽ എന്ത് ചെയ്യാൻ കഴിയുമോ അത് ചെയ്യുന്നതിനാണ് ഫർള് നമസ്കാരത്തിന്റെ വിഷയത്തിൽ പരിഗണന എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ പ്രാധാന്യത്തിൽ ഇത് നിർവഹിക്കണം.
ഇതാണ് ഏറ്റവും ആദ്യം നമസ്കാരവുമായി ബന്ധപ്പെട്ട് ശീലിക്കേണ്ട കാര്യം. അതിനെക്കുറിച്ച് അള്ളാഹുവിന്റെ ഒറ്റവാക്കിലുള്ള ഒരു പ്രസ്താവന, ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. നമസ്കാരം, തീർച്ചയായും നമസ്കാരം എന്നത് സത്യവിശ്വാസികളുടെ മേൽ സമയബന്ധിതമായി നിർബന്ധമാക്കപ്പെട്ട ഒരു ഇബാദത്താകുന്നു എന്നുള്ളതാണ്. അപ്പൊ നമസ്കാരത്തിനൊരു സമയമുണ്ട് എന്നും ആ സമയം റബ്ബ് നിശ്ചയിച്ചതാണ് എന്നും മനസ്സിലാക്കിക്കൊണ്ട് ആ സമയത്തിന്റെ വിശാലതക്കുള്ളിൽ നമസ്കാരം എവിടെയുമാകാം. പക്ഷേ ആ സമയം വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമസ്കാരം മാറ്റാൻ, നീക്കിവെക്കാൻ എനിക്ക് അനുവാദമില്ല എന്നൊരാൾ ഉൾക്കൊള്ളുകയും ആ ചിട്ടയിൽ അത് നിലനിർത്തുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. അയ്യുൽ അഅമാലി അഫ്ളൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബിമാർ വന്നിട്ട് ചോദിക്കുമ്പോൾ അസ്സലാത്തു അലാ വഖ്തിഹാ, നമസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠകരമായ കർമ്മം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കാണാൻ സാധിക്കും. ഈ ഗൗരവത്തിൽ നമസ്കാരത്തെ ഉൾക്കൊണ്ടിട്ടില്ലാത്ത വല്ലവരും, ഈ ഗൗരവത്തിൽ നമസ്കാരത്തെ ജീവിതത്തിൽ ഒരിടം നൽകി ചിട്ടപ്പെടുത്തിയിട്ടില്ലാത്ത വല്ലവരും നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ അവരാദ്യം ഈ ചിട്ട, ഈ ഒരു വ്യവസ്ഥയാണ് പാലിക്കേണ്ടത്. ഈ വ്യവസ്ഥയോടെ ഇത് പാലിച്ചുകൊണ്ടിരിക്കുന്നവർ ഇത് ജമാഅത്തായി നിർവഹിക്കുന്നതിന് പ്രാധാന്യം കൊടുക്കണം. ജമാഅത്തായി നിർവഹിക്കുന്നതിനും സമയത്തിന് ജമാഅത്തിൽ പങ്കെടുത്ത് ശീലമുള്ളവർ ജമാഅത്ത് നമസ്കാരത്തോടൊപ്പം അതിന്റെ മുമ്പും പിമ്പും സുന്നത്തിൽ സ്ഥിരപ്പെട്ട റവാത്തിബ് സുന്നത്തുകൾ ശീലമാക്കണം. റവാത്തിബുകൾ സുന്നത്തുകൾ ഉൾപ്പെടെ ശീലമുള്ളവർ അള്ളാഹുവിന്റെ സാമീപ്യം ആഗ്രഹിച്ചുകൊണ്ട് ഐച്ഛികമായി പഠിപ്പിക്കപ്പെട്ട മറ്റ് നമസ്കാരങ്ങൾ ഏത് എന്നവർ ചോദിക്കുകയും സാധ്യമാകുന്നിടത്തോളം അതുകൂടി, കാരണം 5 നേരത്തെ നമസ്കാരം ജമാഅത്തായി മുമ്പും ശേഷവും ഒക്കെ സുന്നത്തുള്ളതും കൂടി പാലിച്ച് ചെയ്യുന്ന ഒരാൾ വിചാരിച്ചാൽ അയാൾക്ക് ഖിയാമുൽ ലൈലും സാധ്യമാണ്, അയാൾക്ക് ദുഹാ നമസ്കാരവും സാധ്യമാണ് എന്നത് നിങ്ങൾക്ക് പ്രയോഗത്തിൽ ആലോചിച്ചാൽ കണ്ടെത്താൻ പറ്റും. ആ അർത്ഥത്തിൽ ശീലമാക്കണം. ഇങ്ങനെ അള്ളാഹുമായുള്ള ഈ ഇടപാടിന്റെ കാര്യത്തിൽ നമ്മൾ ഇന്ന് എവിടെയാണോ ഉള്ളത് അവിടെ നിന്ന് ഒരടി മുന്നോട്ട് പോവുക എന്ന ഒരു തീരുമാനം സത്യവിശ്വാസികൾ എന്ന നിലക്ക് നമ്മൾ എടുക്കണം. ഇത് മാത്രമാണ് നമസ്കാരത്തെ പറ്റി ഇപ്പൊ പറയുന്നത്. അതിന്റെ മറ്റ് ചർച്ചകളൊക്കെ പല സന്ദർഭങ്ങളിൽ നമ്മുടെ മുമ്പിൽ വന്നിട്ടുണ്ട്, ഇനിയും പല സന്ദർഭങ്ങളിലും വന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. ഈ കൂടെ ഉള്ള ഉണർത്തലുകളാണ് ഈ കർമ്മത്തിന്റെ ചൈതന്യം ചോർന്നു പോകാതെ ഇത് നിലനിർത്താൻ മുസ്ലിം ഉമ്മത്തിന് സ്വീകരിക്കാവുന്ന വഴി എന്ന് അള്ളാഹുവും റസൂലും നമ്മെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ആ ഒരു ഗൗരവത്തിൽ ഈ ഉത്ബോധനത്തെ ഉൾക്കൊള്ളുകയും ജീവിതത്തിൽ ഇതിന് പ്രാധാന്യം നൽകുകയും ചെയ്യണമെന്ന് എല്ലാവരോടും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ വീഴ്ചകളും പോരായ്മകളും റഹ്മാനായ റബ്ബെ ഞങ്ങൾക്ക് നീ പുറത്തു തരണേ തമ്പുരാനെ. പലതരത്തിലുള്ള വിഷമങ്ങൾ, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ നമ്മോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. റഹ്മാനായ റബ്ബെ അവർക്കൊക്കെ നീ ശിഫ നൽകണേ തമ്പുരാനെ. അവരുടെ വിഷമങ്ങൾ ദൂരീകരിച്ചു കൊടുക്കണേ അല്ലാ. അവർക്ക് ആരോഗ്യത്തോടു കൂടിയുള്ള ആയുസ് നൽകി അനുഗ്രഹിക്കണേ റബ്ബെ. പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് ആരെയൊക്കെ നീ തിരിച്ചു വിളിച്ചോ അവരോടൊക്കെ നീ കരുണ കാണിക്കണേ തമ്പുരാനെ. ആ കൂട്ടത്തിൽ ഞങ്ങളുടെ പ്രിയ മാതാക്കളുണ്ട്, പിതാക്കളുണ്ട്, ഞങ്ങളുടെ ഉറ്റ സുഹൃത്തുക്കളുണ്ട്, ഗുരുനാഥന്മാരുണ്ട്, ഇസ്ലാമികമായി ഞങ്ങൾക്ക് നായകത്വം വഹിച്ചിരുന്നവരുണ്ട്. അവരോടെല്ലാവരോടും നീ കരുണ കാണിക്കണേ റബ്ബേ. അവരുടെ ബർസഖിയായ ജീവിതം സ്വർഗീയമാക്കണേ അല്ലാ. അവരുടെ അമലുകൾ സ്വീകരിക്കണേ നാഥ. അവരുടെ വീഴ്ചകൾ പുറത്തു കൊടുക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ നാട്ടിലും വിദേശത്തും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ സഹോദരന്മാർക്കും നീ ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യണേ അല്ലാ. ഞങ്ങളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുടെയും ഞങ്ങളുടെയും എല്ലാ നല്ല ആഗ്രഹങ്ങളും സഫലമാക്കണേ റബ്ബേ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. حمدا يوافي نعمه ويكافئ مزيده. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. الصلاة والسلام على سيدنا محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم صل وسلم وبارك على محمد وعلى آله وصحبه أجمعين. اللهم اغفر للمؤمنين والمؤمنات
والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات طيب ثراهم واجعل الجنة مأواهم اللهم أجرنا من النار